ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. തഗ് ലൈഫ് രാജ് കമൽ ഫിലിംസിന്റെ ബാനറിൽ കമൽഹാസനും മണിരത്നവും ചേർന്ന് എഴുതി മണിരത്നം സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് തഗ് ലൈഫ്. ഒരു മണിരത്നം കമൽഹാസൻ ഫിലിം, കൂടെ എ.ആർ. റഹ്മാൻ മ്യൂസിക്കും. ഈ മൂന്ന് ബ്രാൻഡ് ചേരുമ്പോൾ ഏതൊരു സിനിമാ പ്രേമിക്കും എന്തായാലും ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാനും ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ആ 100% എക്സ്പെക്ടേഷന്റെ ഒരു ശതമാനം പോലും നീതി പുലർത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കാതെ പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാസ്റ്റിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വമ്പൻ താരനിരയുമായിട്ടാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കമലഹാസൻ, ചിമ്പു, തൃഷ, അഭിരാമി, ജോജു, നാസിർ, ഐശ്വര്യ ലക്ഷ്മി, അശോക് സെൽവൻ എന്നിങ്ങനെ ഒരു വലിയ താരനിരയാണ് ഇതിലുള്ളത്. എല്ലാവരും ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. അവർക്ക് കിട്ടിയ റോളുകൾ എന്താണോ അത് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും പറയാനൊന്നുമില്ല. അവരുടെ അടുത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കമൽഹാസനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പുള്ളിയെ സ്ക്രീനിൽ കാണാൻ നല്ല ഗ്രേസ് ആണ്. ഇതില് ഫിലിമിന്റെ തുടക്കത്തിൽ കുറച്ച് പോർഷൻ ആളുടെ ഒരു യങ്ങർ വേർഷൻ, കൈൻഡ് ഓഫ് നമ്മുടെ ഈ വേട്ടയാട് വിളയാടിൽ കണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള മീശൊന്നും ഇല്ലാത്തൊരു ഭയങ്കര ജെന്റിൽമാൻ ലുക്കിലുള്ള ഒരു കമൽഹാസൻ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഒരു പോർഷൻ കുറച്ചുണ്ട്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിച്ചേക്കുന്നത്. അത് AI വെച്ചിട്ട് യങ് ആക്കിയതാണോ അതോ അല്ലാണ്ട് മേക്കപ്പ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പോർഷൻ ഈ ഫിലിമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പോർഷനാണ് അത്. നല്ല രസമുണ്ടായിരുന്നു ആ ലുക്കും, മൊത്തത്തിലുള്ള ഒരു ടെക്നിക്സും എല്ലാം. ആ ഒരു പോർഷൻ നല്ല ഭംഗിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ആ ഒരു പോർഷൻ മാത്രമേ അത്ര ഇഷ്ടമായെന്ന് പറയാനും ഉള്ളൂ. സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണോ ട്രെയിലറിലുള്ളത് കഥ ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ സെയിം സംഭവങ്ങൾ കുറച്ച് എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് മാത്രമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. കഥ കറക്റ്റ് ട്രെയിലറിൽ കാണുന്ന ആ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ഒരു ഗ്യാങ് വാർ, അതിന്റെ കുറച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകള് നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നായകൻ മരിച്ചെന്ന് വിചാരിക്കുന്നു, നായകൻ പിന്നെ അവിടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഒരുപാട് സിനിമകൾ, ഇപ്പൊ തമിഴായാലും മലയാളത്തിലായാലും നമ്മൾ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോ ജവാനിലായാലും കണ്ടതല്ലേ, ആരെങ്കിലും ഒക്കെ രക്ഷിച്ച് ശുശ്രൂഷിച്ച് കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് നമ്മൾ യോധയിലും കണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട്, നമ്മൾ കണ്ട് പരിചിതമായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതില്. അങ്ങനെ തിരിച്ചു വരുന്ന നായകൻ റിവെഞ്ച് എടുക്കുന്നു, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ മൊത്തത്തിലുള്ളത്. സിനിമ ശരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂർ സിനിമയുണ്ട്. എന്തിനാ ഇത് ഇത്ര വലിച്ചു നീട്ടിയെന്ന് നമുക്ക് തോന്നിപ്പോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതൊരു അരമുക്കാൽ മണിക്കൂറിൽ തീർക്കാനുള്ള സംഭവം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി നീട്ടി പോകുന്ന സംഭവമായിട്ടാണ് തോന്നിയത്. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം എടുക്കാനുള്ളത് തന്നെ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ബോറടിച്ച് ഒരു വിധത്തിൽ തീർന്നു കിട്ടി എന്ന് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ കാണുമെന്ന് വിചാരിച്ച് നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സീൻസ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീൻസ് തന്നെയാണ്. പ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചിലതിൽ കാണുമല്ലോ. നമ്മൾ പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ട്. ഇത് അങ്ങനെയും ഇല്ല. പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഒട്ടും ഒരു ഇമ്പാക്ട് ഇല്ലാണ്ട് പോകുന്ന സംഭവമായിട്ടാണ്. ഈവൻ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം, അത്ര തന്നെ. ഇപ്പൊ പെർഫോമൻസ് വൈസ് ഓക്കെ, ആരെയും അങ്ങനെ കുറ്റം പറയാൻ ഒന്നും തോന്നുന്നില്ല. എല്ലാരും അഭിരാമി ആണെന്നുണ്ടെങ്കിലും ജോജു ആയാലും ഒക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഭാഗങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ തൃഷയുടെ റോള് മാത്രം, എന്തിനാ തൃഷ ഇങ്ങനത്തെ റോളുകൾ ഇപ്പൊ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ തൃഷയുടെ സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃഷ അതിലുണ്ട് എന്നുള്ളൊരു പേര് മാത്രമല്ലാണ്ട് തൃഷയ്ക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നല്ല റോളുകളോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ സിനിമയിലുള്ള റോളാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, ഒട്ടും നമുക്ക് ഇഷ്ടം തോന്നാത്ത, ഒരു കാര്യവും ഇല്ലാത്തൊരു റോള്. തൃഷ എന്തിനാണ് ഇതിൽ വന്ന് അഭിനയിച്ചതെന്ന് പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു റോളാണ് ഉണ്ടായിരുന്നത്. തൃഷയിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ എക്സ്പെക്ട് ചെയ്യില്ലേ. ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുള്ള റോൾസുകളൊക്കെ തൃഷ എടുക്കുന്നത്. ഇപ്പം 96 ഒക്കെയാണ്. 96ന് ശേഷം എനിക്ക് തോന്നുന്നു തൃഷയ്ക്ക് ഒരു റോളും നല്ലത് തൃഷ ചെയ്തിട്ടില്ല. എല്ലാം ഇങ്ങനെ വെറുതെ വന്നു പോകുന്നു. എന്താ പറയാ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയല്ലേ, അതുപോലത്തെ കുറെ റോൾസ് ചുമ്മാ ഒന്ന് ചെയ്തു പോകുന്നു, അത്ര തന്നെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ സിമ്രനെ നമ്മളെ ടൂറിസ്റ്റ് ഫാമിലിയിൽ കണ്ട്, എന്ത് രസമുള്ള റോളായിരുന്നു. കണ്ട് ഇഷ്ടം തോന്നുന്ന ടൈപ്പ് റോളായിരുന്നു സിമ്രൻ അത് ചെയ്തത്. അതുപോലൊക്കെ കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിട്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വാരിക്കോരി ചെയ്യാണ്ട് കുറച്ച് സിനിമകൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ
ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിയാണ്, കൂടുതൽ പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അപ്പം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന റോളുകളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ റഹ്മാന്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റഹ്മാന്റെ മാജിക് എന്നാണല്ലോ നമ്മൾ പൊതുവെ പറയാ. ആ ഒരു മാജിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് എങ്ങും കാണാൻ സാധിച്ചില്ല. അവിടെ ഇവിടെ കുറെ പോർഷൻസ് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നല്ല ബിജിഎംസ് ആയാലും ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും കൂടുതൽ ലൈഫ് നൽകാനോ ഒരു ഇമ്പാക്ട് നൽകാനോ ഒന്നും റഹ്മാന്റെ മ്യൂസിക്കിന് പോലും ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് വേണം തന്നെ പറയാൻ. ഇപ്പം നമ്മള് റഹ്മാന്റെ പാട്ടുകളൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ്സ് ഒക്കെ നമ്മൾ കേട്ടുള്ളത്. ഇപ്പൊ കേട്ടാലും ഫ്രഷ്നെസ് ഉള്ള ഒരുപാട് എത്ര സോങ്സ് ഉണ്ടോ റഹ്മാന്റെ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ പറയാ, അത്ര നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കായിട്ട് എനിക്ക് ഇതിൽ തോന്നിയില്ല. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അധികം ഒന്നും സിനിമയെ പറ്റി ഇനി പറയാനില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടു തീർത്തത്. അപ്പൊ ഒരു കമലഹാസൻ ഫാൻ ആണ്, പോയി കാണണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ബേസിക്കലി കമലഹാസൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ഇന്ത്യൻ 2 ആണെന്നുണ്ടെങ്കിലും ഇതും ഒരു കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ് ആണ് എനിക്ക് സമ്മാനിച്ചത്. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം. മേ ബി സിനിമ കാണണം എന്നുള്ളവർക്ക് പോയി കാണാം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.